നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രസിദ്ധമായ വരാക്കര പൂരം വർണ്ണാഭമായി. എഴുന്നള്ളിപ്പും കാവടിയാട്ടവും ആസ്വദിക്കാൻ ഉത്സവപ്രേമികളുടെ തിരക്ക്. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 100ാം വർഷ തിരുനാൾ ആഘോഷിച്ചു. തൃശൂർ ജില്ലാ ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയൻ CITU കൺവെൻഷൻ ചിറ്റിശ്ശേരിയിൽ CITU ജില്ലാ സെക്രട്ടറി KP പോൾ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ സൂര്യഗ്രാമം കൾവർട്ട് നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ വരാക്കര പൂരം വർണ്ണാഭമായി. 20 പൂരസെറ്റുകളുടെ പങ്കാളിത്തത്തോടെ 20 ഗജവീരന്മാരെ അണിനിരത്തി രാവിലെ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. കിഴക്കൂട്ട് അനിയന്മാരാർ മേളത്തിന് അകമ്പടിയായി. ഉച്ചയോടെ കാവടി സംഘങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ നിറഞ്ഞാടി. വൈകിട്ട് നടന്ന കാഴ്ചശീവേലിക്ക് പാണ്ടിമേളം അകമ്പടിയായി. തുടർന്ന് വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽവരവും നാടൻപാട്ട് ദൃശ്യാവിഷ്കാരവും അരങ്ങേറും. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 100ാം വർഷ തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ സൈജോ തൈക്കാട്ടിൽ സന്ദേശം നൽകി. വൈകിട്ട് പ്രദക്ഷിണം, വർണ്ണമഴ എന്നിവയുണ്ടായി. തിങ്കളാഴ്ച രാവിലെ 7-ന് പൂർവിക സ്മരണാഞ്ജലി, വൈകിട്ട് 6-ന് സ്നേഹസംഗമം, 6:30-ന് ഗാനമേള എന്നിവയുണ്ടാകും. Devam
ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ ഫ്രാൻസിസ് ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. ജനുവരി 21, 22, 23 തീയതികളിലാണ് തിരുനാൾ. തൃശൂർ ജില്ലാ ഓട്ടു കമ്പനി തൊഴിലാളി യൂണിയൻ CITU കൺവെൻഷൻ ചിറ്റിശ്ശേരിയിൽ CITU ജില്ലാ സെക്രട്ടറി KP പോൾ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AV ചന്ദ്രൻ, ട്രഷറർ NN ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ ഓട്ടു കമ്പനി മേഖല നേരിടുന്ന കുറേ പ്രതികൂലമായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഈ സമീപകാലങ്ങളിൽ മിനിമം വേജസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി വിവിധ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ കേട്ട തൊഴിലാളികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഉടമകൾ മറ്റ് CMമാർ, നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികളിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, അവർ എടുക്കുന്ന പൊതുവായ സമീപനം എന്ന് പറയുന്നത് ആ കമ്പനി ലാഭകരമായി പ്രവർത്തിക്കണമെങ്കിൽ സ്ഥിര തൊഴിലാളികൾ ഇല്ലാതാക്കണം. അതുപോലെ PF കൂടിച്ചേരലുകൾ ഉണ്ടാകില്ല എന്നൊരു സംഘടന നമ്മൾ ഞായറാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും തീരുമാനം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കൺവെൻഷൻ നമുക്ക് ചേരാം. ഇപ്പോഴത്തെ നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിയിട്ടുള്ളൊരു അനുഭവം കുറക്കാനായിട്ടില്ല. ഈ ബോണസ് ചർച്ച വന്ന സമയത്താണ് ഇങ്ങനെ ചില യോഗങ്ങളെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ തന്നെ തൊഴിലാളികളൊന്നും കാരണം തൊഴിലാളികളുടെ കാര്യം ബോണസ് ഓണത്തിന് കിട്ടുന്നുണ്ടോ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അപ്പോ ഈ കഴിഞ്ഞ ഓണക്കാലം മുതലാണ് കുറച്ചും കൂടി നമുക്ക് യൂണിയൻ പ്രവർത്തനം സജീവമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ ചില സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ യൂണിയൻ രൂപീകരിച്ചു. പൊതുവിൽ ഒരു കാലത്ത് ഓട്ടു കമ്പനിയുടെയൊക്കെ വസന്തകാലമായ ഒരു കാലമായിരുന്നു. ആ സമയത്ത് യൂണിയൻ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് പരമാവധി പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. നിരന്തരമായ ചർച്ചകളും മറ്റൊക്കെ തന്നെ ഈ മേഖലയിൽ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു മാടമ്പി സംസ്കാരമുള്ള ചില ഉടമകളും അവരുമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു ഉടമ സമൂഹമാണ് ഇതിനകത്തുള്ളത്. ഓട്ടു കമ്പനി മേഖലയ്ക്കകത്ത് പ്രതിസന്ധി ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ നേരത്തെ ദിവാകരൻ സൂചിപ്പിച്ചത് മിനിമം ബേസ് അത് കൊടുക്കാൻ പോലും പലരും ചെയ്യാനാവും. ദീർഘകാലമായിട്ട് നമുക്ക് 20% ബോണസ് കിട്ടിയിട്ടുണ്ടാവും. അത് കുറഞ്ഞു. അത് താല്പര്യമുണ്ടായിട്ടല്ല. ഒരു 13-14 ചർച്ച കഴിഞ്ഞിട്ടാണ് എറണാകുളത്തിൽ കൂടി പോയിട്ടാണ് നമുക്കത് തീർപ്പാക്കേണ്ടി വന്നത്. ഇത് ആ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതിസന്ധിയുടെ ഭാഗമാണ്. തീർച്ചയായും അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് വെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും പരമാവധി എല്ലാ തൊഴിലാളികൾക്കും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ സൂര്യഗ്രാമം കൾവർട്ട് നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും പങ്കെടുത്തു. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൾവർട്ട് നിർമ്മാണം നടക്കുന്നത്. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 43 ലക്ഷം രൂപ അനുവദിച്ച് നവീകരിച്ച പുലക്കാട്ടുകര ഷട്ടർ മഠം റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ എന്നിവർ പങ്കെടുത്തു. 3 ലക്ഷം രൂപ ചെലവഴിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, സീനിയർ സിറ്റിസൺ ഭാരവാഹികളായ KC വർഗീസ്, MO ജോർജ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി 36 മാസങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിൽ നടപ്പാക്കുന്ന 36 ഉദ്ഘാടനങ്ങളിൽ 10ാമത്തേതായിരുന്നു ഇത്.
ഹിന്ദു മിഷൻ ട്രസ്റ്റും തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി നന്ദിക്കര ശിവരാമകൃഷ്ണ സദനത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് സന്തോഷ് ബോബൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മണി മേനോൻ, ഡോക്ടർ സനൽകുമാർ, വടുതല നാരായണൻ, ഷാജു പുതുപ്പള്ളി, സന്തോഷ് കൊളത്തൂർ, രഘുനാഥ് സി മേനോൻ, ബൈജു ചെല്ലിക്കര എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കൊടകര ബ്ലോക്ക് കമ്മിറ്റി പുതുക്കാട് സംഘടിപ്പിച്ച വനിതാ സെമിനാർ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം LM ഷമീല അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PD നെൽസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം CV സുധ, CV അലീഷ എന്നിവർ സംസാരിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. SBI തൃശൂർ തൊഴിൽ മേളയുടെ ഭാഗമായി തിങ്കളാഴ്ച പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇന്റർവ്യൂ നടത്തും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സമയം. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഡെവലപ്മെന്റ് മാനേജർ തസ്തികയിലേക്കും, +2 പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് സെയിൽസ് ഓഫീസറുടെ ഒഴിവുകളിലേക്കും, +2 യോഗ്യതയുള്ള വനിതകൾക്ക് പ്രൊജക്ട് ശക്തിയിലേക്കും, SSLC +2 യോഗ്യരായ 25-നും 65-നും മധ്യ പ്രായമുള്ളവർക്ക് ലൈഫ് മിത്രയിലേക്കും അപേക്ഷിക്കാം. SSLC +2 സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. രജിസ്ട്രേഷനായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9846684410. അടുത്ത നമ്പർ 8921256856. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ നൊച്ചിയിൽ വേലപ്പൻകുട്ടി 86 വയസ്സ് അന്തരിച്ചു. സംസ്കാരം നടത്തി ഭാര്യ കമല. ഗോപൻ, ശുഭ, സുമ എന്നിവർ മക്കളും, ബിന്ദു, പ്രകാശൻ, സുനിൽ എന്നിവർ മരുമക്കളുമാണ്. മറ്റത്തൂർക്കുന്ന് വാണിയത്തറ രാജൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഭാര്യ രാജേശ്വരി. ജിഷ്ണുരാജ്, ജിതിൻ രാജ് എന്നിവർ മക്കളാണ്. പുതുക്കാട് മറവാഞ്ചേരി തച്ചംകുളം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഭാര്യ ആനന്ദം. വിനോദ്, വിജയ് എന്നിവർ മക്കളും, രാജകുമാരി, ഷെറി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രസിദ്ധമായ വരാക്കര പൂരം വർണ്ണാഭമായി. എഴുന്നള്ളിപ്പും കാവടിയാട്ടവും ആസ്വദിക്കാൻ ഉത്സവപ്രേമികളുടെ തിരക്ക്. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 100ാം വർഷ തിരുനാൾ ആഘോഷിച്ചു. തൃശൂർ ജില്ലാ ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയൻ CITU കൺവെൻഷൻ ചിറ്റിശ്ശേരിയിൽ CITU ജില്ലാ സെക്രട്ടറി KP പോൾ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ സൂര്യഗ്രാമം കൾവർട്ട് നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.